KPCC ഓഫീസിന് സമീപത്ത് പ്രതിഷേധക്കാരുണ്ടെന്ന സൂചനയെ തുടർന്നാണ് പോലീസ് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന്റെ റൂട്ട് മാറ്റിയത്. നവകേരള സദസ്സിലേക്ക് പോകുന്ന ബസ് അതായത് കഴക്കൂട്ടത്ത് നിന്ന് മുഖ്യമന്ത്രി വട്ടിയൂർക്കാവിൽ എത്തിയത്. അതുകൊണ്ട് അമ്പലമുക്ക് വഴിയാണ്, അത് ശാസ്തമംഗലം വഴി പോകാനായിരുന്നു തീരുമാനം. അങ്ങനെ പോകുമ്പോൾ KPCC ഓഫീസിന് സമീപത്ത് വെച്ച് പ്രതിഷേധം നടത്താനുള്ള സാധ്യതയുണ്ട് എന്നത് മനസ്സിലാക്കിയാണ് റൂട്ട് മാറ്റിയത്. പക്ഷേ ഇത് പരോക്ഷമായി സൂചിപ്പിച്ചു തന്നെയാണ് നവകേരള സദസ്സിന്റെ സമാപന വേദി വട്ടിയൂർക്കാവിൽ മുഖ്യമന്ത്രി പ്രസംഗത്തിൽ ഒരു കാര്യം പറഞ്ഞത്. അതായത് കഴക്കൂട്ടത്ത് നിന്ന് വട്ടിയൂർക്കാവിലേക്ക് പോകാനാകില്ല, നവകേരള സദസ്സിന് എത്താൻ സാധിക്കില്ല എന്ന് ചിലർ പ്രഖ്യാപിച്ചു. പക്ഷേ പോകാൻ തീരുമാനിച്ചാൽ പോവുക തന്നെ ചെയ്യും, അതായത് റൂട്ട് മാറ്റിയാണെങ്കിലും ഇവിടെ എത്തുക തന്നെ ചെയ്യും എന്നത് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത്. ഏതായാലും സമാപന സമ്മേളനം വൻ പ്രൗഢിയോടെ തന്നെയാണ് വേദി സജ്ജീകരിച്ചിരുന്നത്. വലിയ പങ്കാളിത്തം തന്നെ ഒരുക്കിയിരുന്നു. സദസ്സ് ആർക്കും എതിരല്ല, കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള സമീപനത്തിന് എതിരായ ആണ് ഈ നവകേരള സദസ്സ് സംഘടിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുമ്പോൾ സദസ്സിന്റെ നാടിന്റെ നന്മയ്ക്കായി സഹകരിക്കണമെന്ന് പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിപക്ഷം അതിന് കൂട്ടാക്കിയില്ല. അതുകൊണ്ട് തന്നെ ജനം ഈ സദസ്സിനെ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ആരും ഈ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ പ്രകോപിതരാകരുത് എന്ന് പറഞ്ഞു. പക്ഷേ ഈ കരിങ്കൊടിയെ നേരിടാൻ പലരും രംഗത്തിറങ്ങിയപ്പോൾ അതിനെ ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി ഇന്നും സമാപന വേദിയിൽ ചെയ്തത്. ബസ്സിന് മുന്നിൽ ചാടിയവരെ തള്ളി മാറ്റുകയാണ് ചെയ്തത് തുടങ്ങിയ ന്യായീകരണങ്ങൾ മുഖ്യമന്ത്രി ഈ സമാപന സദസ്സിൽ പറയുക തന്നെ ചെയ്തു. ഏതായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ സർക്കാർ നടത്തിയ ഈ നവകേരള സദസ്സ് 141 നിയോജക മണ്ഡലങ്ങളിലൂടെ 40 നിയോജക മണ്ഡലത്തിലും കടന്നെത്തി സർക്കാരിന്റെ നേട്ടങ്ങൾ പറയാനുള്ള ഒരു വേദിയാക്കി. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് സംസ്ഥാനം ഞെരുങ്ങുന്നത്, അതിന് കാരണം കേന്ദ്ര സർക്കാരാണ് എന്നത് തുറന്നു കാട്ടാനുള്ള ഒരു വേദിയാക്കി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു രാഷ്ട്രീയ പ്രചരണം കൂടിയായി മാറി. പ്രശാന്ത്, ഒരു കാര്യം കൂടി. ഇപ്പൊ നോക്കൂ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇപ്പൊ പ്രശാന്ത് പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ ഒരു രാഷ്ട്രീയ പ്രചാരണമായി മാറിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്, സ്വാഭാവികമായും ജനങ്ങളിലേക്ക് ഇറങ്ങണം. നോക്കൂ, ഈ നവകേരള സദസ്സ് തുടങ്ങുമ്പോൾ മുഖ്യമന്ത്രിയും ഈ മന്ത്രിമാരും പറഞ്ഞൊരു കാര്യം, 2.5 ഭരണ തുടർച്ച കിട്ടുന്നു, എന്നിട്ട് 2.5 വർഷം പൂർത്തിയാക്കുന്നു. അപ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ, ജനങ്ങളെ കേൾക്കും, കാണും, അടുത്ത 2.5 വർഷം സർക്കാർ എന്തൊക്കെ പദ്ധതികൾ ആവിഷ്കരിക്കും, എന്തൊക്കെ വികസന മാതൃകകൾ മുന്നോട്ട് വെക്കും, അതൊക്കെ കേൾക്കാൻ കഴിയുമെന്നായിരുന്നു. അതുണ്ടായോ പ്രശാന്ത്? ആര്യ, ഇത് അതായത് മുൻ സർക്കാരിന്റെ കാലത്ത്, അതായത് UDF സർക്കാരിന്റെ കാലത്ത് ജനസമ്പർക്ക പരിപാടി നടത്തിയിരുന്നു. അതിന് സമാനമാണ് ഇത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇവിടെ ഒരു നവകേരള സദസ്സിന്റെ വേദിയിലും, അതായത് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും മന്ത്രിസഭ എത്തുന്നു. ഈ വേദിയിലൊന്നും തന്നെ ഒരു ജനങ്ങളുടെയും പരാതിയോ പ്രശ്നങ്ങളോ പരിഹരിക്കുന്നില്ല. അതിന് ഒരു പരാതി പരിഹാര കൗണ്ടറുകൾ എല്ലാ ഈ നവകേരള സദസ്സിന്റെ വേദിയിലും ഒരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസത്തിനകം, അതായത് 45 ദിവസം എല്ലാം സമയപരിധി വെച്ച് അതിന് തീർപ്പുണ്ടാക്കും എന്നത് മാത്രമാണ്. അല്ലെങ്കിൽ അതിൽ തീർപ്പുണ്ടാക്കാനുള്ള നടപടിയിലേക്ക് സർക്കാർ കടക്കുമെന്നതാണ്. പക്ഷേ ഈ ഓരോ മണ്ഡലങ്ങളിലും സർക്കാർ ചെയ്യുന്നത് അവിടെ കൃത്യമായ രാഷ്ട്രീയ പ്രചരണം, അതായത് സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കുന്നു, സർക്കാർ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് വിശദീകരിക്കുന്നു, അതിന് തടസ്സം നിൽക്കുന്നത് ആരെന്ന് വിശദീകരിക്കുന്നു. ഇപ്പോ നമുക്കറിയാം, ക്ഷേമ പെൻഷന്റെ തടസ്സം വരുന്നു. ക്ഷേമ പെൻഷൻ കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധി, സപ്ലൈകോയിൽ അവശ്യ സ്ഥാപനങ്ങൾ ഇല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധി. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾക്ക് മുൻപിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ആനുകൂല്യങ്ങൾ കിട്ടാത്തൊരു സാഹചര്യം വരുമ്പോൾ സംസ്ഥാന സർക്കാർ ഒരു പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധി സംസ്ഥാന സർക്കാരിന്റെ കുറ്റം കൊണ്ടല്ല, കേന്ദ്ര സർക്കാരിന്റെ കുറ്റം കൊണ്ടാണ് എന്നത് ജനങ്ങൾക്ക് മുന്നിൽ പറയാനുള്ളൊരു വേദിയാണ് സർക്കാർ ഇവിടെ ഒരുക്കിയത്. കഴിഞ്ഞ 36 ദിവസം ഈ നവകേരള സദസ്സിലൂടെ സർക്കാരിനെ അനുകൂലിക്കുന്നവർക്ക് മുന്നിൽ അവരെ ബോധ്യപ്പെടുത്തുക. അതായത് ഇത് സംസ്ഥാന സർക്കാരിന്റെ കുഴപ്പം കൊണ്ടല്ല, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ നയിക്കുന്നവരുടെ കുഴപ്പം കൊണ്ടല്ല, കേന്ദ്ര സർക്കാർ ബോധപൂർവം ഉണ്ടാക്കുന്ന കുഴപ്പമാണ് എന്നത് പറയാനുള്ള, കൃത്യമായി പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് സർക്കാർ ചിലവിൽ ഇതിവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഇത് മനസ്സിലാക്കി തന്നെയാണ് പ്രതിപക്ഷം അതിനെ രാഷ്ട്രീയമായി ഏറ്റെടുത്തത്, അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത്, പ്രതിഷേധ കൊടികളുമായി രംഗത്തിറങ്ങാൻ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് കല്യാശ്ശേരി മുതൽ അടി തുടങ്ങിയപ്പോൾ പിന്നീട് ഈ നവകേരള സദസ്സ് സർക്കാർ ഉദ്ദേശിച്ചത് കേന്ദ്ര സർക്കാരിനെതിരായ ഒരു പ്രചരണമായിരുന്നെങ്കിൽ
അവിടെ സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിനെതിരെ കൂടിയുള്ള രാഷ്ട്രീയ ആയുധങ്ങൾ കൂടി. ശരി, എന്തായാലും രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്തി തന്നെയായിരുന്നു. കേന്ദ്ര സർക്കാരിനുള്ള പലതരത്തിലുള്ള മറുപടികളൊക്കെ നൽകിക്കൊണ്ടായിരുന്നു നവകേരള സദസ്സിന്റെ ഈ യാത്ര.